പത്തനംതിട്ടയിൽ കടുവയെ കണ്ടൊരു ആശങ്ക പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. കലഞ്ഞൂരിലെ പോത്തുപാറയിൽ കടുവയെ കണ്ടുവെന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു. ക്യാമറയിൽ കടുവയുടെ ചിത്രങ്ങൾ പതിഞ്ഞിട്ടില്ലെന്ന് വനം വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ അതിന്റെ വിശദാംശങ്ങൾ നൽകും. ആ റിപ്പോർട്ടിലേക്ക്. കലഞ്ഞൂർ പോത്തുപാറയിലാണുള്ളത്. ഇവിടെയാണ് കടുവയെ കണ്ടുവെന്ന് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശോധന നടത്തിയിരുന്നു. ഇവിടെ ക്യാമറ അടക്കം സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയായിരുന്നു നടന്നത്. എന്തായാലും വനം വകുപ്പിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ഇന്നലെയും പരിശോധന നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ഇന്നും പരിശോധന നടത്തും. ഈ പ്രദേശത്ത് റബ്ബർ ടാപ്പിങ്ങിന് പോയ തൊഴിലാളികളും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെയാണ് ഈ കടുവയെ കണ്ടുവെന്ന പറയുന്നത്. എന്തായാലും വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ RRT സംഘം ദിൻഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ഇങ്ങനെ ഒരു പരിശോധന നടത്തി നമ്മൾ ക്യാമറ വെച്ചു എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്? നമ്മൾ പൊതുജനങ്ങളുടെ അഭിപ്രായം മാനിച്ച് ഇന്നലെ തന്നെ പടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ക്യാമറ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കാൽപ്പാടുകളോ മറ്റു പ്രദേശത്ത് നാട്ടിലെ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടത്തുന്നുണ്ട്. അതോടൊപ്പം ഈ ജാഗ്രത പെട്രോളിങ് നിരീക്ഷണം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വയനാടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വയനാട് നമ്മളെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇതും തരത്തിൽ ഇങ്ങനെ കിടക്കണമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടോ? ഇത് ആദ്യം പ്രാഥമികമായിട്ട് ഇതിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുക എന്നുള്ളതാണ്. വനമായിട്ട് അടുത്ത് കിടക്കുന്ന ജനവാസ മേഖല തന്നെയാണ്. ഇതാണോ കടുവയാണോ എന്ന് ഉറപ്പിച്ചതിന് ശേഷം തുടർ നടപടികൾ ഉന്നതാധികാരികളുടെ നിർദ്ദേശപ്രകാരം ഇന്നും പരിശോധന തുടരും. പരിശോധന കർശനമായിട്ടും തുടരാനാണ് നിർദ്ദേശം. അത് തുടർന്നുകൊണ്ടിരിക്കും. ഈ മേഖലയിൽ തന്നെ കാണും. എങ്ങനെയാ നമ്മൾ ഓടുവരുന്നോ? അല്ല, ഇറങ്ങി വരുമായിരുന്നു. എവിടെ നിന്നാ? അത് അപ്പുറത്തെ തോട്ടത്തിൽ നിന്ന് ഇറങ്ങി വരിക. അത് ഇതിൻ്റെ അപ്പുറത്തെ റോഡിൻ്റെ അവിടുന്ന് മേളി വശത്ത് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമായിരുന്നു. അപ്പോഴേ ഞാൻ അവിടുന്ന് പെട്ടെന്ന് ഇതിനെ ലൈറ്റ് അടിച്ച് കണ്ടിട്ട് പെട്ടെന്നെങ്കിലും സ്റ്റോറിൽ ടാപ്പിങ്ങിന് പോകും. ഇപ്പോൾ ആദ്യമായിട്ടാണ് കടുവയുടെ ശല്യം. പുലിയുണ്ട്, ആനയുണ്ട്, അങ്ങനെയുള്ള മൃഗങ്ങളെല്ലാം തന്നെയാണല്ലോ. കടുവയ. ഇദ്ദേഹത്തിൻ്റെ പേര് നന്ദു എന്നാണ്. നന്ദു കഴിഞ്ഞ ദിവസം പോകുന്ന സമയത്ത് 8 മണിക്ക് അല്ലേ? എത്ര മണിക്കാണ് നന്ദു? 8 മണി രാത്രി. എവിടെ കിടക്കുന്ന കണ്ടത് ആ മരത്തിൻ്റെ അടിഭാഗത്തായിരുന്നു. ഞാൻ കടയിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഇവിടെ ലൈറ്റ് അടിച്ച് നോക്കിയാണ് വന്ന് അവിടെ കണ്ണിരിക്കണം. ഞാൻ ഡബിൾ അടിച്ച് നോക്കിയപ്പോൾ അവിടെ കിടക്കായിരുന്നു. തല വ്യക്തമായിട്ട് കണ്ടായിരുന്നു. അവിടെ ഞാൻ കയറി ഓടി ഈ ചേട്ടൻ്റെ പിടിച്ചു. ചേട്ടൻ്റെ വീടാണോ? വീട്ടിലേക്കാണോ വന്ന്? ഞങ്ങളുടെ വീട്ടിൽ വന്ന് രാത്രി. ഇപ്പോൾ ഞങ്ങൾ പിന്നെ ലൈറ്റുമായിട്ട് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ മേപ്പോട്ട് പോന്ന് കണ്ടു. ഇവിടെയൊക്കെ പരിശോധന കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു RRT സംഘം. പക്ഷേ കാൽപാദങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. റബ്ബർ എസ്റ്റേറ്റ് ആണ്. സ്വാഭാവികമായി അതിന് അങ്ങനെ കാൽപാദം കിട്ടാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. എന്തായാലും ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്നും അവരുടെ പരിശോധന ഒരു മേഖലയിൽ പരിശോധന നടത്തുന്നുണ്ട് എന്നാണ് അറിയുന്നത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.